ലോ അക്കാദമിയിലെ ഭൂമി വിനിയോഗം സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് റവന്യൂ സെക്രട്ടറി PH കുര്യന്റെ ശുപാർശയോടെയാകും റവന്യൂ മന്ത്രിക്ക് കൈമാറുക. വിദ്യാഭ്യാസ ആവശ്യത്തിന് നൽകിയ ഭൂമി വാണിജ്യാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുവെന്ന് ജില്ലാ ഭരണകൂടം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കാൻ റവന്യൂ മന്ത്രി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ നാളത്തെ മന്ത്രിസഭായോഗം റിപ്പോർട്ട് പരിഗണിക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മാനേജ്മെന്റിന് അനുകൂലമായ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസും BJPയും വ്യക്തമാക്കി. ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും വെള്ളം ചേർക്കാൻ ശ്രമിച്ചാൽ ഇത് നിയമപരമായി റവന്യൂ സെക്രട്ടറിക്ക് കോടതിയെ നിയമ നടപടി നേരിടേണ്ടി വരും. സംസ്ഥാന സർക്കാരും CPMഉം കരിങ്കാലിപ്പണിയാണ് എടുക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ കുറ്റപ്പെടുത്തി. ലോ അക്കാദമിക്ക് നൽകിയ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ വിദ്യാർത്ഥി സംഘടനകൾ അടപ്പിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. അതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് വിദ്യാർത്ഥി സംഘടനകൾ ഒഴിപ്പിച്ചുവെങ്കിലും പിന്നീട് പോലീസ് എത്തി തുറന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയി, MJ ആനന്ദ് തുടങ്ങിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അക്കാദമിക്ക് മുന്നിൽ നിരാഹാരം തുടരുന്ന K മുരളീധരന്റെയും VV രാജേഷിന്റെയും ആരോഗ്യനില വഷളായി തുടരുകയാണ്. K മുരളീധരനെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചുവെങ്കിലും സമരം തുടരുമെന്ന് K മുരളീധരൻ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.